നിങ്ങളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ മിക്കവാറും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതെന്ന്. ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതന്നെ. ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് തോന്നിയായിരുന്നു എന്തുകൊണ്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തുകൂടാന്ന്. അങ്ങനെ പണ്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ശേഷമാണ് ഈ വീഡിയോയിൽ പറയാൻ പോണേ. അപ്പോൾ കാലഘട്ടം എന്ന് പറയുന്നത് 2007 സമയമാണ്. അന്നേരം ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുക ഒരു കമ്പനിയിൽ. കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ബാച്ചിലേഴ്സായിട്ട് ഒരു 3 ബെഡ്റൂം ഫ്ലാറ്റിലാണ് താമസം. കൂടെ താമസിക്കുന്നവരെല്ലാവരും ഇതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ തന്നെയാണ്. കുറച്ച് പേരുടെ ജോലി പോയി കിടക്കുകയാണ്, കുറച്ച് പേർക്ക് ജോലി കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്ക് സാലറി കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെ സീനിയേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ സീനിയേഴ്സ് ഒരു കമ്പനി തുടങ്ങിയിട്ട് അവർ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അടിപൊളി ജീവിതം. അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നമ്മുടെ ഒരു ത്വര കൂടുമല്ലോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ കൂടുതലുള്ളൊരു ഭൂരിഭാഗം പേരും ഡെവലപ്പേഴ്സാണ്, പ്രോഗ്രാം എഴുതുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു ഡിസൈനർ ഉണ്ടായിരുന്നു, പിന്നെ പ്രായത്തിൽ കൂടിയ ഒരാളുണ്ടായിരുന്നു. അയാളെ വേണമെങ്കിൽ മാനേജറായിട്ട് കൂട്ടാം. പിന്നെ അന്നത്തെ കാലത്തെ ബാച്ചിലേഴ്സിൻ്റെ ജീവിതം അറിയാലോ, 10 പേരുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും ഒരു കുപ്പി പൊട്ടും. കുപ്പി പൊട്ടി കഴിയുമ്പോഴാണ് പുതിയ പുതിയ ഐഡിയാസ് വരിക. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. പ്രോഗ്രാം ഏതാണെന്ന് പറഞ്ഞാൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. അതാണ് നമ്മുടെ അന്നത്തെ കാലത്തെ അറിവ്. പിന്നെ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയാം, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ തൽക്കാലം ഉദ്ദേശിച്ചില്ല. ചുമ്മാ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അവിടുന്ന് പണി തുടങ്ങി. ആ പണി കൊടുക്കുമ്പോൾ നമുക്ക് ക്ലയൻറ്റ് വേണമല്ലോ. ആദ്യ സമയത്ത് നമുക്ക് ക്ലയൻറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു പ്രൊഡക്റ്റ് ചെയ്ത് തുടങ്ങാം. അന്ന് ഞങ്ങൾ അഭിമുഖീകരിച്ച മെയിൻ പ്രശ്നമാണ്, ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കണമെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പാർട്സൊക്കെ ഏതാണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അന്ന് ലാപ്ടോപ്പ് അല്ല, ഡെസ്ക്ടോപ്പാണ്. ഡെസ്ക്ടോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ തോന്നിയ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേരില്ല. മദർ ബോർഡ്, പ്രോസസ്സർ, മെമ്മറി, ഹാർഡ് ഡിസ്ക് അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സൈറ്റാണ്. അങ്ങനെ സൈറ്റിന് പേരൊക്കെ ഇട്ടു PC ഷോപ്പ്. നമുക്കറിയാവുന്ന ഐഡിയാസൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു PC ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്പൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ സൈറ്റ് വഴി യൂസേഴ്സിന് ഒരു PC എങ്ങനെ അസംബിൾ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ PC അസംബിൾ ചെയ്യാൻ വേണ്ട സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ കുറച്ച് കടകളുമായിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ഈ കടകളിലേക്ക് അവരെ പറഞ്ഞയക്കുക. അപ്പോൾ കടകളിൽ നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ്, കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ വാങ്ങിക്കുന്ന ഒരു ഓൺലൈൻ ഷോപ്പിംഗ്. ഞങ്ങളുടെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഐഡിയ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമായിരുന്നു ഈ ഹോം ഡെലിവറി. നമ്മൾ ബാച്ചിലേഴ്സ് ആണല്ലോ, നമ്മൾ തോന്നിയ സമയത്ത് വരുന്നു പോകുന്നു. ഫുഡ് ഒരു പ്രശ്നമാണ്. ഫുഡ് പുറത്തുനിന്ന് കഴിക്കാൻ വയ്ക്കാം, പക്ഷേ പുറത്തുനിന്ന് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വയറിന് പണി കിട്ടും. എന്നാൽ നമ്മൾ ഉണ്ടാക്കാമെന്ന് വെച്ചാലോ, നമ്മൾ സബോള അരിയണം, അതേപോലെ പച്ചക്കറി അരിയണം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ വേസ്റ്റ് കളയാൻ നിൽക്കണം. അപ്പോൾ നമുക്ക് അന്ന് തോന്നിയ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓൺലൈനായിട്ട് നമുക്ക് പച്ചക്കറി വാങ്ങിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റണം. റെഡി ടു ഈറ്റ് വേണമെന്നില്ല, അല്ലാത്തത് ഇപ്പം മുറിച്ച വെണ്ടയ്ക്ക, അതേപോലെ സബോള, ഇതെല്ലാം പാക്കറ്റായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റണം. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈസ് ഉണ്ടാവും. അപ്പോൾ സപ്ലൈസ് പെട്ടെന്ന് തന്നെ ഈ സാധനം കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചെറിയ കമ്മീഷൻ എടുക്കും. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള കുറേ IT പിള്ളേർ അവിടെ ഉണ്ട്. അവർക്ക് പെട്ടെന്ന് ഫുഡ് വയ്ക്കാൻ പറ്റും. പിന്നെ കുറച്ച് പേര് ജോലിയാവും, നമുക്ക് കുറച്ച് കമ്മീഷൻ കിട്ടും. ഇപ്പോൾ അതുപോലത്തെ സൈറ്റുകൾ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും അതുപോലെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിലെത്തിച്ച് തരും. അന്നതുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ 2 ഐഡിയ വെച്ച് കമ്പനി തുടങ്ങി. നമ്മൾ കോഡിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് പേർക്ക് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അറിയില്ല, അപ്പോൾ അവർക്കത് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് 2 പ്രോജക്റ്റ് കൊണ്ട് കിട്ടി. ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു കുറിക്കമ്പനിയുടെ പ്രോജക്റ്റ് ആയിരുന്നു. സാധാരണ കുറിക്കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ അവർക്ക് ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയിട്ട് കിട്ടണം. അങ്ങനെ നമ്മൾ ആ പ്രോജക്റ്റ് പിടിച്ചു. പിന്നെ കിട്ടിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഞങ്ങൾ കൂടുതൽ തന്നെയുള്ള ഒരു പുള്ളി കുറച്ച് ഷെയർ ട്രേഡിങ് നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷെയർ ട്രേഡിങ് നടത്തി പുള്ളിക്ക് ആ ഷെയർ ട്രേഡിങ് നടത്തുന്നതിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഐഡിയ ഉണ്ടായി. അങ്ങനെ ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു. അങ്ങനെ 2 പ്രൊജക്റ്റായിട്ട് നമ്മൾ കുറച്ച് ദൂരം പോയി. പിന്നെയാണ് മനസ്സിലായത്, ഈ കമ്പനി തുടങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് മാത്രം അറിഞ്ഞാൽ പോരാ, വേറെ കുറേ നൂലമാലകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ക്ലയൻറ്റിനെ മാനേജ് ചെയ്യണം. ഈ കുറുക്കമ്പനിയുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്, നമ്മളുണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം അവരുടെ കമ്പ്യൂട്ടറിനകത്ത്. പിന്നെ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പഠിക്കണം, അവരുടെ ബിസിനസ് എന്താണെന്ന് പഠിക്കണം. ആ ബിസിനസ്സിനനുസരിച്ചിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടത്. ചില സമയത്ത് അവരിപ്പോൾ ചെയ്യുന്ന അതേപോലെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന വരില്ല. അന്നേരം നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ കുറച്ച് മാറ്റം വരുത്തണം. അതിന് ഇന്ത്യയിലും കേരളത്തിലുള്ള ഈ കുറുക്കമ്പനിയുടെ നിയമങ്ങളൊക്കെ അറിയണം. ഞങ്ങൾ 10 പേരെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും മാക്സിമം എക്സ്പീരിയൻസ് പറയുന്നത് 1 കൊല്ലം 2 കൊല്ലം ഒക്കെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനാലിസിസ് ഉണ്ടല്ലോ, ഈ ബിസിനസ്സിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തി നമുക്ക് നേരെ റിക്വയർമെൻ്റാണ് വരുന്നത്. നമ്മളൊരാൾ പറയുന്നു, ഇങ്ങനെ ചെയ്യാൻ പറയുന്നു, നമ്മൾ ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതിന് മേളിലേക്കുള്ള പണി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രശ്നമായി. പിന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞ സമയത്ത് സാധനം കൊടുക്കണമല്ലോ, അല്ലാതെ നമുക്ക് അനന്തമായിട്ട് നീട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ മിക്കവാറും പേർക്ക് വേറെ ജോലി ഉള്ളതുകൊണ്ടും ആ ജോലിയാണല്ലോ പ്രധാനം. ഇത് സൈഡായിട്ട് പോകുന്ന സാധനമാണല്ലോ. നമുക്ക് നമ്മുടെ സ്റ്റാർട്ടപ്പിൻ്റെ പ്രോജക്റ്റിലേക്ക് സമയം കൊടുക്കാൻ പറ്റാതെ. അതുപോലെ തന്നെ ഈ ജോലി ചെയ്ത ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവർക്ക് ജോലി കിട്ടി തുടങ്ങി, ജോലി പോയവർക്കും ജോലി കിട്ടി തുടങ്ങി.
പിന്നെ പുതിയ ജോലി കൊച്ചി തന്നെ കിട്ടണമെന്നില്ലല്ലോ, തിരുവനന്തപുരത്താവാം, ബാംഗ്ലൂരാവാം. അന്നേരം ഓരോരുത്തരുടെ സ്ഥലം മാറിപ്പോയി. പിന്നെ എനിക്ക് തോന്നിയ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലൊരു ഹൈറാർക്കി ഉണ്ടല്ലോ, ഒരു ഓർഡർ, മേളിലൊരാൾ, അതിന് താഴെ ഒരാൾ, അങ്ങനെ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. നമ്മളൊരു കമ്പനിയിൽ പോയി ജോയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ജോയിൻ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ സീനിയർ എഞ്ചിനീയർ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ മാനേജറാണ്. അന്നേരം അതിനനുസരിച്ചിട്ട് താഴെയുള്ളവൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. പക്ഷെ നമ്മൾ ഇതുപോലെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യടാ എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും തുല്യ ആൾക്കാരാണല്ലോ. നമ്മളൊരു ആവേശത്തിന് കയറി കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. കമ്പനിക്കകത്ത് നീയാണ് CEO, ഞാനാണ് ഡെവലപ്പർ, നീയാണ് ടെസ്റ്റർ, അങ്ങനത്തെ ഒരു എഗ്രിമെൻ്റ് ഒന്നും ഇല്ല. എല്ലാവരും കൂടെ ചെയ്യാം, അതായിരുന്നു നമ്മുടെ ഐഡിയ. ആ ഐഡിയ പതുക്കെ പതുക്കെ പൊളിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഞാനാണെങ്കിൽ എല്ലാ ആഴ്ചയും നാട്ടിൽ പോകും, ശനി ഞായർ ഞാൻ ഉണ്ടാവില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, കല്യാണം, മനസ്സമ്മതം, പാലുകാച്ച്, നൂലുകെട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പരിപാടി ആയിരിക്കും. അപ്പോൾ പിന്നെ ശനി ഞായറും നാട്ടിൽ പോകാത്ത ആൾക്കാരുണ്ടല്ലോ, അവരിന്ന് ചെയ്യേണ്ടി വരും. അന്നേരം അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നിയമപരമായിട്ട് പോവാം. നിയമപരമായിട്ട് പോകുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസാമാസം നമ്മുടെ ചിലവുണ്ടല്ലോ, അത് നടക്കില്ല. ഇപ്പോഴത്തെ ജനറേഷൻ നടക്കും. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ്റെ അപ്പനമ്മയൊക്കെ അത്യാവശ്യം ജോലിയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സെറ്റുള്ള ആൾക്കാരായിരിക്കും. ഞങ്ങൾ 10 പേരുടെ സമയത്ത് മിക്കവാറും പേരുടെ വീട്ടിലും ഞങ്ങളുടെ പൈസ കൊണ്ടാണ് വണ്ടി ഓടുന്നത്. അന്നേരം നമുക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല. ഒരു ഓളത്തിന് വേണമെങ്കിൽ പറയാം ഞാൻ നാളെ തൊട്ട് എൻ്റെ ജോലി രാജിവെച്ച് കമ്പനി തുടങ്ങാമെന്ന്. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ലായിരുന്നു ആ സമയത്ത്. സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുന്നവർ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കമ്പനിയിലത്തെ HR അതേപോലെ മാനേജർമാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ചുമ്മാ ഇരിക്കുകയാണ്, സാലറി വാങ്ങിക്കാന്നൊക്കെയാണ്. നമ്മൾ കമ്പനി തുടങ്ങിയപ്പോൾ മനസ്സിലായത് അവർക്ക് അവരുടേതായ പണിയുണ്ട്. HR എന്ന് പറയുമ്പോഴത്തേനും ബാക്കിയുള്ള എംപ്ലോയീസിനെ പിടിച്ചു നിർത്തണം കമ്പനിയിൽ, അതൊരു പണിയാണ്. അതേപോലെ മാനേജർമാരെന്ന് പറയുന്നത് അവർ ഇവന്മാരെല്ലാവരെയും വട്ടം കൂടി പിടിച്ച് ഈ പ്രൊജക്റ്റ് ഡെലിവറി ആക്കണം പറഞ്ഞ സമയത്ത് തന്നെ. പണ്ട് ശ്രീനിവാസൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, 1 ലക്ഷം പോയാലും 10 ലക്ഷത്തിന് പാഠം പഠിച്ചെന്ന് പറഞ്ഞ പോലെ പണ്ടേ കമ്പനി തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഒരു മെച്ചം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കമ്പനി തുടങ്ങിയ സമയത്ത് ഒരു കമ്പ്യൂട്ടറിന് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഒരു ഡൊമൈൻ നെയിമും. നമ്മൾ കമ്പനി വിടുമ്പോൾ കമ്പനിക്ക് നമ്മുടെ കമ്പനിയുടെ പേര് .com എന്നുള്ളൊരു സൈറ്റ് വേണമല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ 10 പേരുണ്ടെങ്കിലും നമ്മുടെ മൊത്തം മുടക്കുമുതൽ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. അല്ലാതെ നമ്മൾ 10 കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ നിന്നില്ല. അതേപോലെ വലിയ കാശ് മുടക്കി മേശ, കസേര, അങ്ങനത്തെ ഫർണിച്ചറൊന്നും വാങ്ങിച്ചില്ല. കമ്പനി രജിസ്റ്റർ ചെയ്തില്ല. പിന്നെ കമ്പനി തുടങ്ങി പ്രൊഡക്റ്റായി ക്ലയൻ്റായി അവരിൽ നിന്ന് പൈസ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ടാക്സിൻ്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങോട്ടും ഒരു കാര്യം എത്തിയില്ല. അതിന് മുന്നേ കാര്യം മനസ്സിലായി ഇത് അത്രയ്ക്ക് നടപടിയാവുന്ന കേസല്ല. അങ്ങനെ കമ്പനി ഏറെക്കുറെ 1.5 കൊല്ലം ഓടിയിട്ടോ. ഇതുപോലെ കുറച്ചാൾ മുന്നേ ഒരു സിനിമയിലത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു, നല്ല നിലാവുള്ള രാത്രിയിൽ എന്ന് പറഞ്ഞ സിനിമയുടെ. അതിനകത്ത് ഇതുപോലെ തന്നെയാണ്, കൂടെ പഠിച്ച കുറേ പേര് കൂടി കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, അവസാനം തല്ലുപിടിയാവുന്നു. എന്തായാലും ഞങ്ങളുടെ കേസിൽ അങ്ങനെയൊന്നും ആയില്ല. അതിന് മുന്നേ തന്നെ കമ്പനി പൂട്ടി കിട്ടി. ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ കമ്പനി തുടങ്ങിയതുകൊണ്ടും അത് പൊളിഞ്ഞുകൊണ്ടും പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ ഒന്നും പോയില്ല. ഇതിപ്പോൾ വലിയ രസകരമായ അനുഭവമല്ലെന്നറിയാം. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലെ കമ്പനി തുടങ്ങിയിട്ട് രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനത്തെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്ര നേരം എൻ്റെ കഥ കേട്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.